എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2021 മുതൽ 2024 വരെ കേരള പി എസ് നടത്തിയിരിക്കുന്ന വിവിധ പരീക്ഷകൾ ചോദിച്ചിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ അവയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തി പോകുന്നത്. ഇവിടെ നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം ഇതിന് മുമ്പത്തെ 24 ചോദ്യങ്ങൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് അനുബന്ധ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷകതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഓപ്ഷനുകളിലേക്ക് വരുമ്പോൾ മാംസാഹാരികൾ, ഉത്പാദകർ, ദ്വിതീയ ഉപഭോക്താക്കൾ, പ്രാഥമിക ഉപഭോക്താക്കൾ എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് സ്വയം അതിന്റെ ഉത്തരം കിട്ടുകയും ചെയ്യും, നിങ്ങൾക്ക് ഒരു സന്തോഷമാവുകയും ചെയ്യും. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല, അതേപോലെ തന്നെ രണ്ടാം പോഷകതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്, ഇങ്ങനെ ഒരു പോയിന്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഭക്ഷ്യശൃംഖല എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണോ ഈ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ ഭക്ഷ്യശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുല്ലിനെ തിന്നുന്ന മുയലിനെ തിന്നുന്ന സിംഹത്തെ അവസാനം അതൊക്കെ ചത്തു കഴിഞ്ഞാൽ അതിനെ വിഘടിപ്പിക്കുന്ന ബാക്ടീരിയ. നമുക്ക് വേണമെങ്കിൽ ഒരു ഭക്ഷ്യശൃംഖലയായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇതുപോലെ പല പല ഭക്ഷ്യശൃംഖലകൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറയുമ്പോൾ ഞാനിവിടെ ആരംഭിച്ച എവിടെ നിന്നാണ്? പുല്ലിൽ നിന്നാണ് ആരംഭിച്ചത്. അതേപോലെ ഞാൻ മറ്റൊരു ഭക്ഷ്യശൃംഖല പറയാം. അത് കൊഴിഞ്ഞ ഇല, അതിനുശേഷം ആ കൊഴിഞ്ഞ ഇല ഭക്ഷിക്കുന്ന മണ്ണിര, ആ മണ്ണിനെ ഭക്ഷിക്കുന്ന പക്ഷി, അവസാനം ഈ പക്ഷിയൊക്കെ ചത്തു കഴിഞ്ഞാൽ അതിനെ വിഘടിപ്പിക്കുന്ന വിഘാടകരുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമത്തതിൽ ഞാൻ പറഞ്ഞത് പുല്ലിൽ നിന്നാണ്. അതായത് അതിനെന്താണ്? ഒരു പുല്ലാണ്, ജീവനുണ്ട് അല്ലേ? അത് എന്താണ്? ജീവൻ നിലനിൽക്കുന്ന ഒരു പുല്ലാണ്. സൗരോർജ്ജത്തിൽ നിന്നും അത് നേരിട്ട് എന്താണ്? ആഹാരം പാകം ചെയ്യുന്നുണ്ട് പ്രകാശ സംശ്ലേഷണത്തിലൂടെ. ആ പുല്ലിനെ നേരിട്ട് എന്ത് ഭക്ഷിക്കുന്നു? മുയൽ ഭക്ഷിക്കുന്നു. അതാണ് ഈ ഒരു ഭക്ഷ്യശൃംഖലയുടെ തുടക്കമെങ്കിൽ ഒരു മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലയാണ്. അത് മൃത കാർബണിക വസ്തു എന്ന് നമുക്ക് പറയാം. കാരണം നിലവിൽ അതിനെന്തില്ല? ജീവനില്ല. കൊഴിഞ്ഞു വീണ ഇലയാണ്. ആ ഇലയെ ഭക്ഷിക്കുന്ന മണ്ണിരയാണ്. അപ്പോൾ ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൃത കാർബണിക വസ്തുക്കളിൽ നിന്ന് ആരംഭിക്കുന്ന ഭക്ഷ്യശൃംഖല ആണ് ഒന്ന്. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? അവിടെ ഒരു ഹരിത സസ്യങ്ങളിൽ നിന്നാണ് ആ ഒരു ഭക്ഷ്യശൃംഖല ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഹരിത സസ്യങ്ങളിൽ ആരംഭിക്കുന്ന ഭക്ഷ്യശൃംഖലയാണെങ്കിൽ അതിനെ ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്നും, ഇനി മൃത കാർബണിക വസ്തുക്കളിൽ, ഈ കൊഴിഞ്ഞ ഇല പോലുള്ള മൃത കാർബണിക വസ്തുക്കളിൽ നിന്നാണ് ഒരു ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഡെട്രീറ്റസ് ഭക്ഷ്യശൃംഖല എന്നാണ് പറയുന്നത്. എന്താണ്? ഡെട്രീറ്റസ് ഭക്ഷ്യശൃംഖല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്ഷ്യശൃംഖലയെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. അതിലൊന്ന് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല, മറ്റൊന്ന് ഡെട്രീറ്റസ് ഭക്ഷ്യശൃംഖല. ഹരിത സസ്യങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഭക്ഷ്യശൃംഖലകളാണ് ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പുല്ല്, മുയല്, സിംഹം, ബാക്ടീരിയ എന്നിങ്ങനെയുള്ള ഒരു ഭക്ഷ്യശൃംഖല. അതേസമയത്ത് മൃത കാർബണിക വസ്തുക്കളിൽ നിന്ന് ആരംഭിക്കുന്ന ഭക്ഷ്യശൃംഖലയാണ് ഡെട്രീറ്റസ് ഭക്ഷ്യശൃംഖല എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് കൊഴിഞ്ഞ ഇല, അതിനെ ഭക്ഷിക്കുന്ന മണ്ണിര, അതിനെ ഭക്ഷിക്കുന്ന പക്ഷി, അതിനെ ഭക്ഷിക്കുന്ന വിഘാടകർ. അപ്പോൾ ആ ഒരു ഭക്ഷ്യശൃംഖല. ഇനി നമുക്ക് അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ചോദ്യത്തിലേക്ക്, അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പോഷണതലം എന്ന് പറയുന്ന ഒരു ടേമാണ്. എന്താണ് പോഷണതലം എന്നാണ് നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഭക്ഷ്യശൃംഖല നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്? പുല്ല് എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ ആ പുല്ലിനെ ഭക്ഷിക്കുന്ന മുയൽ എടുത്തിരിക്കുന്നു. ആ മുയലെ ഭക്ഷിക്കുന്ന കുറുക്കനെ എടുത്തിരിക്കുന്നു. ആ കുറുക്കനെ ഭക്ഷിക്കുന്ന ഒരു സിംഹത്തെ എടുത്തിരിക്കുന്നു. തുടർന്ന് സിംഹമൊക്കെ ചത്തു കഴിഞ്ഞാൽ അതിനെ വിഘടിപ്പിക്കുന്ന ഒരു ബാക്ടീരിയ എടുക്കാം. ആ ബാക്ടീരിയനെ ഞാനിവിടെ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതൊരു ഭക്ഷ്യശൃംഖലയാണ്. ഇതുപോലെ നമുക്ക് പല പല ഭക്ഷ്യശൃംഖലകൾ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പുല്ല് എന്ന് പറയുന്നത് എന്താണ്? അത് സ്വയം അത് ആഹാരം പാചകം ചെയ്യും അല്ലേ? പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഈ പറയുന്ന സൗരോർജ്ജത്തിൻ്റെ ഒക്കെ സഹായത്താൽ പുല്ല് എന്താണ്? സ്വയം ആഹാരം ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഉൽപാദകർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഉൽപാദകർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഈ അവസാനമായിട്ട് വരുന്നത് എന്താണ്? ബാക്ടീരിയ. ആ ഒരു ഗണത്തിൽപ്പെടുന്നതിനെ നമ്മൾ വിഘാടകർ എന്നാണ് പറയുക. എന്താണ്? വിഘാടകർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഭക്ഷ്യശൃംഖലയുടെ തുടക്കത്തിൽ ഒന്നാമത്തെ കണ്ണി എന്ന് പറയുന്നത് ഉൽപാദകരും അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് വിഘാടകരുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഈ പുല്ലിനെ ഭക്ഷിക്കുന്ന മുയലുണ്ട്. പുല്ലിനെ ഭക്ഷിക്കുന്ന മുയൽ എന്ന് പറയുന്നത് പ്രാഥമിക ഉപഭോക്താക്കളാണ്. ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ആദ്യത്തെ ഉപഭോക്താവ് ഏതാണ്? പുല്ലിനെ ആശ്രയിക്കുകയാണ്, മറ്റൊരു ജീവിയെ ആശ്രയിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ വരുന്നത് പ്രാഥമിക ഉപഭോക്താവാണ്. ഈ ഒരു ഭക്ഷ്യശൃംഖല പ്രകാരം എന്താണ്? നമ്മുടെ
മുയൽ എന്ന് പറയുന്ന പ്രാഥമിക ഉപഭോക്താവ്. അങ്ങനെയാണെങ്കിൽ കുറുക്കനാണ് എന്താ, അത് ദ്വിതീയ ഉപഭോക്താവാണ്, ദ്വിതീയ ഉപഭോക്താവ്. അങ്ങനെയാണെങ്കിൽ സിംഹം എന്താ, അത് തൃതീയ ഉപഭോക്താവാണ്. എന്താണ്, തൃതീയ ഉപഭോക്താവാണ്. തുടർന്ന് ബാക്ടീരിയ എന്താണ്, വിഘാടകർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇനി എന്താണ് പോഷണ തലം എന്നാണ് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ട്രോപ്പിക് ലെവൽ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഭക്ഷ്യശൃംഖലയിൽ ഒന്നാമത്തെ പോഷണതലം എന്ന് പറയുന്നത് പുല്ലാണ്, രണ്ടാമത്തെ പോഷണതലം എന്ന് പറയുന്നത് മുയലാണ്, മൂന്നാമത്തെ പോഷണതലം എന്ന് പറയുന്നത് കുറുക്കനാണ്, നാലാമത്തെ സിംഹം, പിന്നെ ബാക്ടീരിയ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എന്താണ്, ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതെന്നാണ്. ഒന്നാം പോഷണതലത്തിൽ ഉൽപാദകര്, രണ്ടാം പോഷണതലത്തിൽ എപ്പോഴും ഏതാണ് വരിക, പ്രാഥമിക ഉപഭോക്താക്കളാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നു, മാംസാഹാരികൾ, ഉൽപാദകര്, ദ്വിതീയ ഉപഭോക്താക്കള്, പ്രാഥമിക ഉപഭോക്താക്കള്. അപ്പോൾ ഉത്തരം എന്താണ്, ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം ഉത്തരത്തിലേക്ക് വന്നു. ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ജീവി ബന്ധങ്ങൾ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധം ഏതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, കമൻസലിസം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക, കമൻസലിസം. അപ്പോൾ ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി ആണ്. അതായത് ജീവി ബന്ധങ്ങളിൽ ഇപ്പൊ രണ്ട് ജീവികൾ തമ്മിലുള്ള ബന്ധം, ആ ബന്ധം ഉണ്ടാകുമ്പോൾ ഒന്നിന് ഗുണകരമായിരിക്കും, എന്നാൽ മറ്റേതിന് എന്താണ്, ഗുണവും ദോഷവും ഉണ്ടാവില്ല. ഒന്നിന് ഗുണകരമായിരിക്കും, എന്നാൽ മറ്റേതിന് എന്താണ്, ഗുണവും ദോഷവും ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമൻസലിസം എന്ന് പറയുന്നത്. ഇതിന്റെ മലയാളമാണ് സഹജീവനം എന്നാണ് പറയുക. ഇതിന്റെ മലയാളം എന്താണ്, സഹജീവനം എന്നാണ് ഇതിന്റെ മലയാളം. സഹജീവനം എന്നതാണ് ഇതിന്റെ മലയാളം. ഉദാഹരണമായിട്ട് SCERT പറയുന്നത് സ്രാവും അതുപോലെ തന്നെ സക്കർ ഫിഷും തമ്മിലുള്ള ബന്ധമാണ്. സ്രാവും അതുപോലെ തന്നെ സക്കർ ഫിഷും തമ്മിലുള്ള ബന്ധം, സക്കർ ഫിഷും തമ്മിലുള്ള ബന്ധം എന്താണ് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഈ സഹജീവനം അല്ലെങ്കിൽ കമൻസലിസത്തിന് ഉദാഹരണമാണ്. ഈ സക്കർ ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മത്സ്യമാണ്. ഇത് ഈ പറയുന്ന സ്രാവിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ട് ഈ സ്രാവ് സഞ്ചരിക്കുന്നതോടൊപ്പം ഇതും സഞ്ചരിക്കും. അതുപോലെ തന്നെ ഈ സ്രാവ് ഭക്ഷിക്കുന്ന ആഹാരം ഉണ്ടല്ലോ, അതിൽ ഈ ബാക്കി വരുന്ന ആഹാരങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ആര് ഭക്ഷിക്കും, ഈ സക്കർ ഫിഷും ഭക്ഷിക്കും. അപ്പൊ ഇവിടെ എന്താണ്, സക്കർ ഫിഷിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണമാണ്, പക്ഷെ സ്രാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ യാതൊരുവിധ ദോഷവും സംഭവിക്കുന്നില്ല. അപ്പൊ ഇത് എന്തിനു ഉദാഹരണമാണ്, കമൻസലിസത്തിന് ഉദാഹരണമാണ്. ഇനി മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ രണ്ട് ജീവികൾ തമ്മിൽ എന്തെങ്കിലും ഒരു ആഹാരത്തിന് വേണ്ടി മത്സരിക്കാന്ന് വിചാരിക്കാം. തുടക്കത്തിൽ ഈ ഇരു ജീവികൾക്കും എന്തായിരിക്കും, ദോഷകരമായിരിക്കും, ഇല്ല, മത്സരിക്കുകയാണ്, അടികൂടുകയാണ്. അപ്പൊ രണ്ടുപേർക്കും ദോഷം സംഭവിക്കാം. അതിൽ ഒരാൾ പരാജയപ്പെട്ടെങ്കിൽ അവസാനം എന്ത് ചെയ്യാണ്, ആ ആഹാരം എന്താണ്, ആ ജയിച്ച വ്യക്തി അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ അവിടെ എന്താണ്, ആ ജയിച്ച ആൾക്ക് എന്താണ് അവിടെ ഗുണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് മത്സരം എന്ന് ചോദിച്ചാൽ, ഒരു ബയോളജിയുടെ ഒരു ടേമിൽ നമ്മൾ പറയുകയാണെങ്കിൽ തുടക്കത്തിൽ രണ്ടിനും ദോഷകരമാണ്, പിന്നീട് ജയിക്കുന്ന ആൾക്ക് എന്താണ്, ഗുണകരമാണ്. ഉദാഹരണമായിട്ട് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി, ഒരു പുലിയും സിംഹവും തമ്മിൽ ഒരു മാനിന് വേണ്ടിയിട്ട് അവിടെ മത്സരിക്കുകയാണ്. അവസാനം പുലിയും സിംഹവും തമ്മിലുള്ള മത്സരത്തിൽ സിംഹം വിജയിച്ചു. അങ്ങനെ മാന് സിംഹത്തിന് കിട്ടുന്നു. ജയിച്ച ആൾക്ക് എന്താണ് അവിടെ ഗുണമാവുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ രണ്ടുപേർക്കും ദോഷമാണ്, പക്ഷെ ജയിച്ചു കഴിയുമ്പോൾ ആ ജയിച്ച വ്യക്തിക്ക് എന്താണ്, ഗുണമാണ്. അപ്പോൾ അതെന്തിനു ഉദാഹരണമാണ്, ഈ പറയുന്ന മത്സരം, കോമ്പറ്റീഷന് ഉദാഹരണമാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് പരാത ജീവനമാണ്. പരാത ജീവനം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുള്ളതാണ്. എന്താണ്, ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരമായതിനാണ് പരാത ജീവനം എന്ന് പറയുക. അപ്പൊ എന്താണ് പരാത ജീവനം എന്ന് പറഞ്ഞാൽ, ഒന്നിന് ഗുണകരമാണ് മറ്റേതിന് ദോഷമാണ്. കാരണം ഏതെങ്കിലും ഒരു ചെടിയുടെ മേൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന മറ്റൊരു ചെടി, അത് അതിൻ്റെ ഈ പറയുന്ന ആഹാരങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ്, ആ ചെടി ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊക്കെ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഗുണമായിരിക്കും, പക്ഷെ മറ്റേതിനെ സംബന്ധിച്ചിടത്തോളം അത് ദോഷമാണ്. അതാണ് പരാത ജീവനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊന്ന് മ്യൂച്വലിസം എന്ന് പറയുന്ന ഒരു ടേമാണ്. മ്യൂച്വലിസത്തിൻ്റെ മലയാളം സഹോപകാരിത എന്നതാണ്. മ്യൂച്വലിസത്തിൻ്റെ മലയാളം എന്താണ്, സഹോപകാരിത എന്നതാണ് ഇതിൻ്റെ മലയാളം. അതായത് രണ്ട് ജീവികൾ തമ്മിലുള്ള ബന്ധമാണ്, ആ രണ്ട് ജീവികൾക്കും ഗുണകരമാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവും, ഈ പശുവിൻ്റെ ഒക്കെ പുറത്ത് ഈ കിളി വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, കൊക്കൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പശുവിൻ്റെ പുറത്തുള്ള ചെള്ളൊക്കെ ഈ കൊക്കങ്ങോട്ട് ഭക്ഷിക്കും. അതേ സമയത്ത് പശുവിന് എന്താണ്, അതിൻ്റെ പുറത്തുള്ള ചെള്ളൊക്കെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്താണ്, ഒന്നിനും ഈ പറയുന്ന രണ്ട് ജീവികൾക്കും എന്താണ്, അത് ഗുണകരമാണ്. അതായത് പശുവിൻ്റെ പുറത്തുള്ള ചെള്ള് ഇല്ലാതാവുന്നു, കൊക്കിന് ഭക്ഷണവും കിട്ടുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സഹോപകാരിത
അല്ലെങ്കിൽ മ്യൂച്വലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മത്സരം, പരാതജീവനം, കമൻസലിസം, മ്യൂച്വലിസം എന്ന് പറയുന്ന ടേം. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻസലിസമാണ്. അതായത് ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായിട്ടുള്ള ബന്ധമാണ് കമൻസലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് 27ാമത്തെ ചോദ്യമാണ്. 27ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 27ാമത്തെ ചോദ്യം PSC ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ SCRT ബേസ് ചെയ്താണ്. ഇതെല്ലാം SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ SCRT 10th ലെവൽ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ് വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്ക് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷമൊക്കെ ഗൈഡൊക്കെ എടുത്ത് വെറുതെ വായിച്ച സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ SCRT ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഗൈഡ് നിങ്ങളെ കൈവശമുണ്ടെങ്കിൽ അത് വായിക്കുക, അല്ലെങ്കിൽ SCRT ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതെല്ലാം SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. നോക്കുക, താഴെ പറയുന്നതിൽ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഇവിടെ എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? നമ്മൾ പഠിക്കാറുള്ളതാണ് ഇൻസിറ്റു കൺസർവേഷനും മറ്റൊരു ടേം നമ്മൾ പഠിക്കാറുണ്ട് എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന അടുത്തൊരു ടേമാണ് എന്ത്? എക്സിറ്റു കൺസർവേഷൻ. നമുക്കറിയാം ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വന്യജീവി സങ്കേതങ്ങളിൽ അവിടെയുള്ള ജീവജാലങ്ങളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ വെച്ച് തന്നെ സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ആണ്. അതേ സമയത്ത് നമ്മൾ ഈ സുവോളജിക്കൽ ഗാർഡനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താണ്? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടാത്തതെന്നാണ്. ഇവിടെ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഇപ്പോൾ നമ്മുടെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് നമുക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയുള്ള ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിനു ഉദാഹരണമാണ്? ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. അപ്പോൾ അത് നമ്മുടെ ഉത്തരത്തിൽ ഉൾപ്പെടില്ല. ഇനി വന്യജീവി സങ്കേതമാണെങ്കിലും ഉൾപ്പെടില്ല. ഇനി അടുത്തത് നാഷണൽ പാർക്കുകളാണെങ്കിലും ഇൻസിറ്റു കൺസർവേഷനിലാണ് വരുന്നത്. പക്ഷെ ജീൻ ബാങ്കുകൾ എന്തിലാണ് ഉൾപ്പെടുന്നത്? എക്സിറ്റു കൺസർവേഷനിലാണ് ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ഈ ജീൻ ബാങ്ക് എന്ന് പറയുന്നത്? നമ്മുടെ വിത്തുകൾ, അതുപോലെ തന്നെ ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളെയാണ് ജീൻ ബാങ്കുകൾ എന്ന് പറയാം. ഉദാഹരണമായിട്ട് നമ്മൾ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇവിടെ ആവശ്യമായ അവസരങ്ങളിൽ ഇവ എന്താണ് ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. അപ്പോൾ ഇതാണ് ജീൻ ബാങ്കുകൾ. അപ്പോൾ ഈ ജീൻ ബാങ്കുകൾ എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. അതായത് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡനുകളും ബൊട്ടാണിക്കൽ ഗാർഡനുകളും എന്നൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഒക്കെ. ഇനി എന്താണ് ഈ വന്യജീവി അതുപോലെ തന്നെ നാഷണൽ പാർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പേപ്പാറ, അതുപോലെ തന്നെ പെരിയാർ, വയനാട് വന്യജീവി സങ്കേതമൊക്കെ ഉദാഹരണമാണ്. എന്നാൽ ഈ നാഷണൽ പാർക്കിലേക്ക് വരുമ്പോൾ അവിടെ വന്യജീവി സംരക്ഷണത്തിനോടൊപ്പം തന്നെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, അതോടൊപ്പം തന്നെ പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകളൊക്കെ എന്ത് ചെയ്യും? സംരക്ഷിക്കും. അങ്ങനെ ആ സംരക്ഷിക്കുന്ന ആ ഒരു മേഖലയെയാണ് നാഷണൽ പാർക്ക്. ഉദാഹരണമായിട്ട് ഇരവികുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവയൊക്കെ എന്താണ് നാഷണൽ പാർക്കിന് ഉദാഹരണമാണ്. ഇനി പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശമായിരിക്കും കമ്മ്യൂണിറ്റി റിസർവ്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടൊന്ന് പഠിച്ചു വച്ചേക്കുക. ഇനി അടുത്ത ചോദ്യം, ഹിമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം. ചോദ്യം എന്താണ്? ഹീമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന
രാസപദാർത്ഥത്തിന്റെ പേരെന്ത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ്, ഹെപ്പാരിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഹെപ്പാരിൻ ആണ്. അതായത് വൃക്കകൾ തകരാറിലാവുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ആ ഹീമോ ഡയാലിസിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹെപ്പാരിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? ഹെപ്പാരിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ 29ാമത്തെ ചോദ്യം, ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീമൻ നാരായൺ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീമൻ നാരായൺ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരാണ്? ശ്രീമൻ നാരായൺ ആണെന്ന കാര്യം ഓർത്തിരിക്കണം. ഈ മൈലമ്മ ആരാണ്? പ്ലാച്ചിമട സമരനായികയാണ് മൈലമ്മ, നമുക്കറിയാവുന്നതാണ്. അതേപോലെ തന്നെ പ്ലാച്ചിമട പ്രക്ഷോഭം നടന്ന ജില്ല ചോദിക്കാം, പാലക്കാട് പെരുമാട്ടി പഞ്ചായത്തിലാണ്. പ്ലാച്ചിമട സമരത്തിനൊടുവിൽ കൊക്കക്കോള കമ്പനി 2004 അടച്ചുപൂട്ടി എന്ന് നമുക്ക് അറിയാവുന്നതാണ്. കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകനാണ് ഈ കല്ലേൽ പൊക്കുടൻ. അതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുപോലെ പരിസ്ഥിതി വിഷയങ്ങളിൽ മലയാളം ആനുകാലികങ്ങളിൽ അഭിപ്രായം എഴുതുന്ന വ്യക്തിയാണ് ഈ CR നീലകണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടാണ്. 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരെന്ന് ചോദിച്ചാൽ ശ്രീമൻ നാരായൺ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് അഡ്ഹിഷൻ എന്നതാണ്. അഡ്ഹിഷൻ ബലം എന്നാണ് അറിയപ്പെടുന്നത്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അഡ്ഹിഷൻ ബലം എന്നാണ് അറിയുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഗ്ലാസ്സിൽ ജലം പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ അവിടെ ഗ്ലാസ്സിലെ തന്മാത്രയും ജലത്തിലെ തന്മാത്രയും തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത ആൾക്കാർ ചേർന്ന് അടി ഉണ്ടാക്കും എന്നാണ് നമ്മളത് പഠിച്ചു വെക്കുക. ഇനി കൊഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഇവിടെ ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന കൊഹിഷൻ ബലം എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് അഡ്ഹിഷനും ഉണ്ട് കൊഹിഷനും ഉണ്ട്. അതിൽ അഡ്ഹിഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ്. അത് ഉദാഹരണമാണ് ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ജലം. അതേ സമയത്ത് ജലതന്മാത്രകൾക്ക് പരസ്പരം ഉള്ള ഒരു ബലമുണ്ട്. അപ്പോൾ രണ്ട് ജലതന്മാത്രകൾ തമ്മിലുള്ള ബലം അപ്പോൾ അവിടെ സെയിം തന്മാത്രകളാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ന്യൂക്ലിയർ ബലം ഉണ്ട്. ന്യൂക്ലിയർ ബലം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം. ചാർജുകൾ തമ്മിലുള്ള കുളോം ബലം, മാസുകൾ തമ്മിലുള്ള ഗുരുത്വ ബലം എന്നിവയേക്കാൾ വളരെയേറെ ശക്തമാണ് ഈ ന്യൂക്ലിയർ ബലം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം ന്യൂക്ലിയർ ബലം എന്താണ്? പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ഒരു ആകർഷണ ബലമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഭൂഗുരുത്താകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂഗുരുത്താകർഷണ ബലം എന്ന് പറയുന്നത് ഇതാണ് പ്രകൃതിയിലെ അടിസ്ഥാന ബലം എന്ന് പറയുന്നത്. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്താണ്? ഈ പറയുന്ന ഗുരുത്താകർഷണ ബലമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. എന്താണ് ഈ പാലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ? ആകാശഗോളത്തിന്റെ ഗുരുത്താകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെയാണ് പാലായന പ്രവേഗം എന്ന് പറയുക. ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടുന്ന് റോക്കറ്റ് വിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗുരുത്താകർഷണത്തിൽ നിന്നും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിന് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന പാലായന പ്രവേഗത്തെ അതിജീവിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാലായന പ്രവേഗം എന്ന് പറയുന്നത്. ഇനി ചന്ദ്രനിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാണെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ പാലായന പ്രവേഗം എന്ന് പറയുന്നതും പരീക്ഷയ്ക്ക് ചോദിക്കും. 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കാര്യം പറയാം. നമ്മൾ കിലോമീറ്റർ പെർ ഹവർ എന്നൊക്കെ ആയിരിക്കും നമ്മൾ
കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സെക്കൻഡിൽ ഇത്രയും കിലോമീറ്റർ ആ വേഗതയിൽ വേണം അത് അയക്കാനായിട്ട്. ഇനി ഏറ്റവും കൂടുതൽ പലായന പ്രവേഗം ഉള്ളത് ഏത് ഗ്രഹത്തിനാണെന്ന് ചോദിച്ചാൽ അത് വ്യാഴഗ്രഹത്തിനാണ്. ഏത് ഗ്രഹത്തിനാണ്? വ്യാഴഗ്രഹത്തിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം ചോദിച്ചാൽ അത് വ്യാഴമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഏതാണ്? വ്യാഴമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത പരിചയപ്പെടുന്നത് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ചവണ എന്ന കാര്യം ഓർക്കുക. ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞ് SCRT ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്നാണ് എപ്പോഴും ചോദ്യം വരുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അത് പഠിച്ചാലേ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമാണ് നമ്മുടെ കപ്പി, അതുപോലെ തന്നെ നെയ്പൂളർ, അതുപോലെ തന്നെ നമ്മുടെ സീസോ, ത്രാസ്, കത്രിക, പ്ലേയേഴ്സ് തുടങ്ങിയവയൊക്കെ എന്താണ് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കത്രിക എന്ന് പറയുന്നത് അത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ബോട്ടിൽ ഓപ്പണർ എന്ന് പറഞ്ഞാൽ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന മറ്റൊന്നാണ് നാരങ്ങ ഞെക്കി, അതൊക്കെ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഐസ്റ്റോങ്സ്, ചുണ്ട, അതുപോലെ തന്നെ നമ്മുടെ ഈ ചവണ, ചൂണ്ട, ചവണ, ഐസ്റ്റോങ്സ്, ഇതൊക്കെ എന്താണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയാണ്. അപ്പോൾ ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യമാണ്. ഈ ചന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിനർത്ഥം ചന്ദ്രവാഹനം എന്നാണ്. ഈ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ഒക്ടോബർ 22-ാം തീയതിയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV-C-11 എന്ന് പറയുന്ന PSLV-C-11 എന്ന് പറയുന്ന ആ ഒരു വെഹിക്കിളിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. അത് 2008 നവംബർ 14-ന് അത് ചന്ദ്രനിൽ എന്താണ് ഇടിച്ചിറങ്ങി എന്ന കാര്യം ഓർക്കാം. ഇനി ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ 2ാമത്തെ ചന്ദ്ര പരിവേഷണ ദൗത്യമാണ്. അത് 2019 ജൂലൈ 22-നാണ് അത് വിക്ഷേപിക്കുന്നത്. അത് ISROയുടെ 3ാമത്തെ ചന്ദ്രദൗത്യം ചോദിച്ച ചന്ദ്രയാൻ 3 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ജൂലൈ 14-നാണ് ഇത് വിക്ഷേപിക്കുന്നത്. 2023 ജൂലൈ 14-നാണ് ഇത് വിക്ഷേപിക്കുന്നത്. അത് ചന്ദ്രയാൻ 3-ന്റെ പ്രൊജക്ട് ഡയറക്ടർ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് വീരമുത്തുവേലാണെന്ന കാര്യം കൂടി ഓർക്കുക. ഇനി ചന്ദ്രോപരിതലത്തിൽ ഒരു ബഹിരാകാശ പേടകത്തിന്റെ സോഫ്റ്റ് ലാൻഡിംഗ് എന്ന സങ്കീർണ നേട്ടം കരസ്ഥമാക്കിയ ആദ്യ 3 രാജ്യങ്ങളാണ് USA, റഷ്യ, പിന്നെ ചൈന എന്ന കാര്യം ഓർക്കുക. ഇപ്പോൾ ഇന്ത്യയും വരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യമാണ് ഏത്? ഇന്ത്യ എന്ന കാര്യം ഓർക്കുക. ആ ഡേറ്റ് ഓർക്കണം. 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ആണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ 2023 ജൂലൈ 14 എന്ന തീയതി ഓർത്തിരിക്കണം. 2023 ജൂലൈ 14. അതേപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്? ചന്ദ്രയാൻ 2 2019 ജൂലൈ 22. അപ്പോൾ നോക്ക്, ജൂലൈ 22, ജൂലൈ 14. തൊട്ട് മുമ്പ് 1ാമത്തത് 2008 ഒക്ടോബർ 22. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തിയത് 33ാമത്തെ ചോദ്യം വരെയാണ്. അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന പരീക്ഷയിൽ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് ഗുണകരമായിരിക്കും. കാരണം ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇതിനു മുമ്പും ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യം ഒഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ആയിട്ട് 2021 ശേഷം വിവിധ പരീക്ഷകളിൽ ചോദിച്ച് തഴമ്പിച്ചതാണ് ആ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. തീർച്ചയായിട്ടും അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു ക്ലാസ്സിൽ തുടർന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം.